ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. وهو الذي جعل لكم الليل لباسا والنوم سباتا وجعل النهار نشورا. പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസങ്ങളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചു പാലിച്ചു തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് അതിന്റെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനും അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കി ലോകത്തോട് വിട പറയുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 47-ാമത്തെ വചനമാണ് ആമുഖമായി ഞാൻ ഓതി കേൾപ്പിച്ചത്. കഴിഞ്ഞ ഖുതുബകളിൽ മനസ്സിലാക്കിയതുപോലെ എങ്ങനെയാണ് ഒരു മുസ്ലിമിന്റെ ഒരു ദിവസത്തെ ജീവിതം ഇസ്ലാമികപരമായി ക്രമപ്പെടുത്തേണ്ടതിന്റെ അതിനൊരു ചാർട്ട് രൂപമായിരുന്നു നമ്മൾ പങ്കുവച്ചത്. എങ്ങനെയായിരിക്കണം പകൽ എന്നതുപോലെ തന്നെയാണ് എങ്ങനെയായിരിക്കണം ഒരു മുസ്ലിം അവന്റെ വൈകുന്നേരത്തെ അവന്റെ രാത്രികളെ എങ്ങനെയായിരിക്കണം ഇസ്ലാമികപരമായി ക്രമപ്പെടുത്തേണ്ടതെന്നും കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു ചാർട്ട് പോലെ തന്നെ കൃത്യമായി ക്രമീകരിക്കേണ്ടതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് സാധാരണ രാത്രിയുടെ തുടക്കം ഇസ്ലാമികപരമായി പഠിപ്പിക്കപ്പെട്ടത് അസർ നമസ്കാരത്തിനോട് കഴിഞ്ഞാൽ പിന്നെ രാത്രിയുടെ തുടക്കമായി എന്നാണ്. മഗ്രിബ് മുതലാണ് നമ്മൾ സാധാരണ കണക്ക് കൂട്ടാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറഞ്ഞ അല്ലെങ്കിൽ ഒരുങ്ങാൻ പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ രാത്രി നിങ്ങളിലേക്ക് പ്രവേശിച്ച് കയറി വരുമ്പോൾ, രാത്രി തുടങ്ങാൻ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയൊക്കെ പുറത്തു പോകാതെ ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തണം. ഇന്ന ശൈത്താന തന്തശുറു ഹീനഗിരി, രാത്രി പ്രവേശിക്കുമ്പോഴാണ് പിശാച് ഇറങ്ങി നടക്കാൻ തുടങ്ങുന്നത് എന്നാണ്.
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ പെട്ടെന്ന് പൈശാചികമായ സ്വാധീനങ്ങളും പൈശാചികമായ മറ്റ് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആ കുട്ടികളെ പുറത്തു പോകാതെ ആ സമയത്ത് മഗ്‌രിബിനോട് അടുക്കുന്ന സമയത്ത് കുട്ടികളെ വീടിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം, അവിടെ പിടിച്ചു നിർത്തണം എന്നുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലിക്കുൽ അബ്വാബ, നിങ്ങൾ വാതിലുകൾ അടക്കണം എന്നുള്ളതാണ്. അത് ആ സമയമാകുമ്പോൾ നമ്മൾ ആ മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ നമ്മൾ വീണ്ടും വാതിലൊക്കെ ഒന്ന് ബിസ്മില്ല എന്ന് പറഞ്ഞ് അടക്കണം എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. എന്നിട്ട് ആ അടച്ചത് അല്പസമയം കഴിഞ്ഞാൽ പിന്നെ ഫഖല്ലു സബീലഹും, പിന്നെ നിങ്ങൾക്ക് കുട്ടികളെ സ്വതന്ത്രമായി വിടാം എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സമയത്ത് മഗ്‌രിബിനോട് അടുക്കുന്ന സമയത്ത് പരമാവധി ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ നമ്മൾ നോക്കേണ്ടതാണ്. മറ്റൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യക്റഹു നൗമ, ഇശാക്ക് മുമ്പ് ഉറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു എത്ര ക്ഷീണമുണ്ടെങ്കിലും ശരി ഇശാ നമസ്കാരത്തിന് മുമ്പ് ഉറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ അറിയാതെ ഉറങ്ങിപ്പോയതിനെ കുറിച്ചല്ല പറയുന്നത്. പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുത്തിരുന്ന ഒരു സംഗതി നമ്മളായാലും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഇശാ നമസ്കാരത്തിന് മുമ്പ് ഉറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ വൽ ഹദീസ ബഅദഹു, ഇശാ നമസ്കാരം കഴിഞ്ഞ് അനാവശ്യമായി സംസാരിച്ചിരിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, വളരെ ദുഃഖകരം എന്താണെന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി നമ്മുടെ പ്രവാചകൻ വെറുത്ത ഒരു സംഗതി ഇന്ന് മുസ്ലിം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ആദത്ത ഒരു ചര്യയായി മാറിയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വർത്താനം സ്വറ പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഇശാ നിസ്കരിച്ചിട്ട് ഇരിക്കാന്നാ പറയാം. ആലോചിച്ചോക്കെ, ഇശാ നിസ്കരിച്ചിട്ട് ഇരിക്കാം, പിന്നെ എന്ത് സമയം ഉണ്ടല്ലോ എന്നാ. യഥാർത്ഥത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വെറുത്തൊരു സംഗതി. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അതൊരു ചര്യയായി നമുക്ക് അതൊരു ചര്യയായി കൊണ്ടുവന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ലേ. അപ്പൊ അത് പരമാവധി ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കപ്പെട്ട ഒരു സംഗതി. പിന്നെ നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്തെന്നറിയോ, കാന യനാമു അവ്വലൽ നഹർ, രാത്രിയുടെ ആദ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങും. വയസ്തയഖുദു ആഖിറഹു, രാത്രിയുടെ അവസാനം എഴുന്നേൽക്കുകയും ചെയ്യുന്ന. ഇതിപ്പോ നേരെ തിരിച്ച നമ്മൾ കൊണ്ടുനടക്കുന്നത്. നബി രാത്രിയുടെ ആദ്യമാണ് നബി ഉറങ്ങാറുള്ളത്. അപ്പൊ ഒരു വിശ്വാസി, ഒരു മുസ്ലിം, ഒരു പ്രവാചകന്റെ അനുയായി ചെയ്യേണ്ട സംഗതി എന്താ ചോദിച്ചാൽ നേരത്തെ ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. നമുക്ക് ആ ചര്യക്ക് എത്ര വിരുദ്ധമായിട്ടാണ് ഇന്നിപ്പോ നമ്മളൊക്കെ അറിയാതെയൊക്കെ നമ്മൾ ഏറ്റവും വൈകി ഉറങ്ങുക എന്നുള്ളതാണ് ഇന്ന് ആളുകൾ. ഏറ്റവും വൈകി എഴുന്നേൽക്കുക അങ്ങനെ ശീലമായി മാറുകയാണ്. യഥാർത്ഥത്തിൽ അത് ഇസ്ലാമികപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക് വിരുദ്ധമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും പരമാവധി അത്തരം ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ചര്യകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമികപരമായി ഒന്ന് ക്രമീകരിക്കാൻ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നടക്കുന്ന സംഗതി ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റൊന്ന്, ഇപ്പൊ നമ്മുടെ എല്ലാം കഴിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന് പറഞ്ഞാൽ മഗ്‌രിബ് നമസ്കാര ശേഷം അല്പം ഖുർആൻ ഓതല് ഇടയ്ക്കിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നു എന്ന് പ്രവാചകരുടെ ഭക്തിമാർ പങ്കുവയ്ക്കുന്നുണ്ട്. അത് സൂറത്തുൽ ബഖറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സംഗതി, നിങ്ങൾ സൂറത്തുൽ ബഖറ വീടുകളിൽ ഓതണം. ഫഇന്ന ശൈത്താന യൻഫിറു മിൻ ബൈത്തിൽ ലദീ യഖറഉ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടി അകലുന്ന. പിന്നെ അങ്ങനെ ആ വീട്ടിലെ പിന്നെ പിശാച് ഒരു നിലക്കും താമസിക്കുവാനും വസിക്കുവാനുള്ള പിശാചിന് അവസരം ഉണ്ടാവില്ല എന്നിട്ട്. അപ്പൊ സൂറത്തുൽ ബഖറ എത്ര ദൈർഘ്യമുള്ള വലിയ സൂറത്താണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. കഴിയുന്നത് പോലെ ഒരു ഭാഗം ആ കൽപ്പന നിറവേറ്റാൻ നല്ലൊരു മനസ്സുണ്ടല്ലോ. സൂറത്തുൽ ബഖറ ഓതണം എന്നല്ല, ആ കൽപ്പന നിറവേറ്റാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു അല്പം ഓതിയാൽ തന്നെ അതിന്റെ എല്ലാ ഗുണഫലങ്ങളും കിട്ടുമെന്നുള്ളതാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അപ്പൊ സൂറത്തുൽ ബഖറ മഗ്‌രിബ് നമസ്കാരത്തിന് ശരി കഴിഞ്ഞില്ലെങ്കിൽ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടെങ്കിലും നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ആരാണോ ഉള്ളതൊന്ന് ഓതാന് നമ്മുടെ വീട്ടിൽ അത് പാരായണം ചെയ്യുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് മറ്റൊരു സംഗതി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നമ്മൾ പിന്നെ ഉറക്കത്തിലേക്ക് പോവുകയാണ്. ആ ഉറക്കത്തിന്റെ അത്ഭുതകരമായ സംഗതിയെ കുറിച്ച് ഖുർആന്റെ വിശദീകരണം കഴിഞ്ഞ ഖുതുബിൽ സൂചിപ്പിച്ചിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുന്ന ആളെ കുറിച്ച് പറഞ്ഞത് റുഫിഅൽ കലാമു അൻ സലാസത്തിൻ, 3 ആളുകളെ കുറിച്ച് പേര ഉയർത്തപ്പെട്ടു എന്നാണ്. പേര ഉയർത്തപ്പെട്ടു അതിന്റെ വിവക്ഷ എന്ന് പറഞ്ഞാൽ 3 ആളുകൾ. ഒന്ന് ഉറങ്ങിയാണ്, മറ്റൊന്ന് കുട്ടി പ്രായപൂർത്തിയാകുന്നവരേക്കും, ഒന്ന് മാനസികമായ പ്രയാസമുള്ള ആളുകൾ, നമ്മൾ ഭ്രാന്തൻ എന്നൊക്കെ പറയുന്നത് മാനസിക നില തെറ്റിയ ഒരു മനുഷ്യൻ. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർ ആ സമയങ്ങളിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദ്യപ്പാടുണ്ടാവില്ല. കാരണം അവർക്ക് അതിൽ നിന്ന് അവരെ കുറിച്ചുള്ള രേഖപ്പെടുത്തൽ ആ സമയത്ത് ഉണ്ടാവില്ല എന്നാണ്. അതിലൊക്കെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ നമ്മുടെ വരുന്ന ഒരു പ്രവർത്തനത്തെ കുറിച്ച് ചോദ്യപ്പാട് ഉണ്ടാവുകയില്ല എന്നാണ്. ഇത് ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തും ചിന്തിച്ച് കിടക്കാം എന്നുള്ള രൂപത്തിൽ പറയുന്നതല്ല. കാരണം ഉറക്കത്തിൽ നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നതാണ് ആ സൂചിപ്പിച്ചതിനർത്ഥം. അപ്പൊ ആലോചിച്ചു, അപ്പൊ ശരിക്കും എത്ര കരുതലോടു കൂടി ആയിരിക്കണം നമ്മൾ, അല്ലെ എത്ര തയ്യാറെടുപ്പോടെ എത്ര മുൻകരുതലോടു കൂടി ആയിരിക്കണം നമ്മൾ ഉറങ്ങാൻ പോകേണ്ടത് എന്ന് ചിന്തിക്കാനാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില മര്യാദ. ഒന്ന്, അത്ഫീൽ മസാബിഹ, നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ വീടിന്റെ വിളക്കുകളൊക്കെ അണക്കണം. ഇത് അക്കാലത്ത് ഇപ്പൊ വിളക്ക് എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന വിളക്കുകളെ കുറിച്ചാണ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. ശരിയല്ല, പക്ഷെ നമുക്ക് അതിനോട് എന്ത് ചെയ്യാം, അതിന് നബി ഒരു കാരണം പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം അറിയോ? മദീനത്തെ ഒരു സ്ഥലത്ത് ഒരാള് വിളക്ക് അണയ്ക്കാതെ കിടന്നു. അവസാനം ഒരു എലി വന്ന് ആ വിളക്ക് മറിച്ചിട്ട് അത് തിരി ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി. എണ്ണയാണല്ലോ. അവസാനം ആ വീട് അഗ്നിക്ക് ഇരയായ ഒരു ദുഃഖകരമായ സാഹചര്യം ഉണ്ടായപ്പോൾ നബി പറഞ്ഞു, ഇന്നഹാദിഹിന്നാർ അദുവുല്ലക്കും, ഈ തീ നിങ്ങൾ സൂക്ഷിച്ചില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവായിട്ട് തീ വരാം എന്ന് നബി പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് വിളക്ക് അണക്കാൻ പറ്റുന്നത്. അതൊരു മുൻകരുതലാണ്. അപ്പൊ നമുക്ക് അതുമായി കൂട്ടിച്ചേർക്കാം. ഇപ്പൊ ഗ്യാസ് ഒക്കെ നമ്മുടെ വീട്ടിലുള്ളതല്ലേ, അപ്പൊ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ടോ നോക്കണം. എവിടെ ലൈറ്റ് ഒക്കെ അനാവശ്യമായിട്ട് ഓഫ് ആക്കണം, അത് നോക്കണം. പൈപ്പിൽ ടാപ്പൊക്കെ വെള്ളം പോകേണ്ടത് അതൊക്കെ ഒന്ന് നോക്കണം. ഏതെങ്കിലും ജനല് അടയ്ക്കാനുള്ളത് അത് നോക്കണം. വാതിൽ അടയ്ക്കുക അത് അടയ്ക്കണം. ഇനി മോട്ടറിന് സ്വിച്ച്, ഇതൊക്കെ എല്ലാ നിലക്കും ഒന്ന് പരിശോധിച്ച് നമ്മൾക്കൊന്ന് ഉറപ്പ്, നമ്മുടെ സുരക്ഷ, അതാണ് നമ്മുടെ സുരക്ഷ ഉറപ്പ് വരുത്തേണ്ട. ഒരു പ്രവാചകൻ, ഇത് സാധാരണ ആളുകൾ വെച്ചാൽ പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ഒരു മതപുരോഹിതന്മാർ മതപരമായ കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുക എന്ന അതല്ല. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചിട്ട് ഭൗതികമായ എല്ലാ മേഖലകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ എന്താ, വിളക്കുകൾ അണക്കണം. അല്ലിക്കുൽ അബ്വാബ, വാതിലൊക്കെ അടക്കണം. ഔക്കുൽ അസ്ഖിയത, വെള്ളപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൂടി വെക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് അങ്ങനെ മൂടുന്ന അവസ്ഥ ഇല്ലെങ്കിലും ശരി, ടാപ്പ് കൂട്ടണമെന്നാ നമ്മുടെ ഭാഷ എടുക്കാൻ. ഭക്ഷണപാത്രങ്ങളും വെള്ളപാത്രങ്ങളും മൂടി വയ്ക്കണം, തുറന്നു വയ്ക്കരുത് എന്നുള്ളത്. അപ്പൊ മൂടി വെക്കണം. ഇനി അങ്ങനെ മൂടാൻ ഒരു അടപ്പൊന്നും കിട്ടിയില്ലെങ്കിലോ ആ കൽപ്പന പാലിക്കാൻ വേണ്ടി ഒരു മരത്തിന്റെ കഷ്ണം എടുത്ത് അതിന്റെ മുകളൊന്ന് വച്ചിട്ട് കൽപ്പന നിറവേറ്റണമെന്നാണ്. ഇപ്പൊ നമുക്കതിന്റെ ആവശ്യമില്ല, നമുക്ക് സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം അടച്ചു വച്ചിട്ട് ആ പറയുന്നതിന് വേറെ കാരണങ്ങളുണ്ട്. ഇങ്ങനെ മൂടി വച്ചില്ലെങ്കിലുള്ള പ്രയാസത്തെ കുറിച്ച് നമുക്ക് എല്ലാവരും ചിന്തിച്ചാലറിയാം. പക്ഷെ ഒരു പ്രവാചകൻ എന്ത് ചെയ്യാൻ, തന്റെ അനുയായികളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെയൊക്കെ ബോധ്യപ്പെടുത്തി ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ പോകാൻ. അങ്ങനെ ഉറങ്ങാൻ നമ്മൾ നമ്മുടെ ബെഡിലേക്ക് ചെല്ലുകയാണ്. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം എന്തെന്നറിയോ? ഇദാ വഹദക ഇലാ ഫിറാശി ഫഇൻഫുദ് ഫിറാശഹു, നിങ്ങൾ വിരിപ്പിലേക്ക് ചെന്നാൽ നേരെ പോയി കിടക്കരുത്. ആ വിരിപ്പ് ഒന്ന് എടുത്ത് കുടയണം. വിരിപ്പ് നമ്മൾ സാധാരണ പോലെ തട്ടിക്കൊട്ടണമെന്ന്, അതുപോലെ നബി അതിന്റെ ഉൾവശം എടുത്ത് കുടയണമെന്നാണ്. നിങ്ങൾ രാവിലെ ഉണർന്നതിന് ശേഷം ആ വിരിപ്പിൽ പിന്നെ എന്തെല്ലാം സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ പിന്നെ രാത്രി കിടക്കാനല്ല പോകാം. അപ്പൊ ആ വിരിപ്പിൽ ചിലപ്പോൾ എന്തെങ്കിലും കിഴജന്തുക്കളോ അല്ലെങ്കിൽ മറ്റേ നമുക്ക് ഉപദ്രവകരമായ ജീവികളൊക്കെ ചാടിയിട്ട് വീണിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാകാം. അപ്പൊ ആ വിരിപ്പ് ബെഡ്ഷീറ്റ് കുടഞ്ഞ് വൃത്തിയായിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യണം, ഉറങ്ങാൻ പോകേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യുന്നവരെ. അങ്ങനെ ഒരാൾ നബി പറഞ്ഞു ചെയ്തെന്തായി, നബി അനുസരിക്കലായി, അതൊരു പുണ്യകർമ്മമായി മാറുമല്ലോ. പിന്നെ നമ്മുടെ സുരക്ഷയ്ക്ക് കൂടി അത് നല്ലതാണെന്ന് അർത്ഥം. അപ്പൊ അവൾ അത് ചെയ്തു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഇതാ അത്തൈത്ത മദ്ജഅക ഫതവദ്ദ വുദൂഅക ലിസ്സലാം, നമസ്കാരത്തിന് എങ്ങനെയാണോ നീ വുദൂ ചെയ്യാം അതുപോലെ നിങ്ങൾ വുദൂ എടുക്കണം എന്നാ. അപ്പൊ ഈ വുദൂ, നമസ്കാരത്തിന്റെ വുദൂ എന്ന് പറയാൻ കാരണം ഈ കൈ കാല് കഴുകുന്നതിന് അറബി ഭാഷയിലെ ഒരു ചെറിയ വ്യത്യാസം എന്തെങ്കിലും വുദൂ എന്ന് പ്രയോഗിക്കാറുണ്ട്, കൈകാല് കഴുകുന്നതിനൊക്കെ. പക്ഷെ അവർ നബി ക്ലിയർ ആക്കണം, എങ്ങനെയാണോ നീ നമസ്കാരത്തിന്റെ നിന്റെ വുദൂ, ആ വുദൂ എടുത്തിട്ട് വേണം ഉറങ്ങാൻ പോകേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ബ്രഷ് ചെയ്യാൻ
എത്ര ശ്രദ്ധ കാണിക്കുന്നുവോ അതിന്റെ ഒപ്പം നമ്മൾ അതിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ട വിഷയമല്ലേ, ഒരു ഒതു കൂടി ആ വിഷയത്തിൽ എടുത്തിട്ട് പോകണം. സുമ്മ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വലതു ഭാഗം ചെരിഞ്ഞ് കിടക്കണം എന്നുള്ളതാണ്. നോക്കൂ, അങ്ങനെ ഒതു എടുത്താൽ നബി പറയാണ്, ഇങ്ങനെ ഒതു എടുത്ത് പോയി കിടന്നൊരു മനുഷ്യനെ മലക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അള്ളാഹുവെ ശുദ്ധിയോടുകൂടി കിടന്നുറങ്ങി ഈ മനുഷ്യനെ അതിന്റെ പാപങ്ങളെ നീ പുറത്തു കൊടുക്കണം മലക്ക് പ്രാർത്ഥിക്കുക. നാളിത് നിൽക്കുക. എന്താ അധ്വാനം? ഒരു അധ്വാനമല്ല. നമ്മളെ ഒതു കൊടുത്ത് കിടന്നാൽ തന്നെ ആ കിടപ്പ് നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു മലക്ക് നമുക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ് വലിയ അനുഗ്രഹവും സൗകര്യവും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? മലക്കുടെ പ്രാർത്ഥന പോലും കിട്ടാൻ അർഹരായി മാറുന്ന ഒരു പ്രവൃത്തിയാണ് ഒതു ചെയ്ത് കിടക്കുക എന്നുള്ളത്. ഇനി ഒതു ചെയ്ത് നമ്മൾ നമ്മുടെ വെട്ടിൽ പോയിരിക്കുക. വെട്ടി പോയിരിക്കുമ്പോൾ ഒരുപാട് ദിക്റുകൾ നമ്മളോട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന അത്ര പരമാവധി ചെയ്യാം. ഇപ്പൊ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഓരോന്ന് 33 പ്രാവശ്യം പറയാം. പിന്നെ സൂറത്തുൽ മുൽക്ക് ഓതാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിയുന്നത് പോലെയൊക്കെ നമുക്ക് ഒരുപാട് ദിക്റുകളൊക്കെ ഉണ്ടല്ലോ, ഞാൻ എല്ലാം ഒന്നും വിശദീകരിക്കുകയല്ല. പിന്നെ ആയത്തുൽ കുർസി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ കുർസിയെ കുറിച്ച് എന്താ പറഞ്ഞോ, മൻ ഖറഅ ആയത്തുൽ കുർസി ലാ യസാലു അലൈക മിനല്ലാഹി ഹാഫിദൻ. നീ ഒരാൾ ആയത്തുൽ കുർസി ഓതി കിടന്നാൽ അയാളെ സംരക്ഷിക്കാൻ, അയാളുടെ സുരക്ഷയ്ക്കൊണ്ട് അള്ളാഹു ഒരു മലക്കനെ നിശ്ചയിക്കുന്ന വല യഖറഖു ശൈത്വാൻ ഹത്താ യുസ്ബി. മാത്രമല്ല പിശാച് പിന്നെ നിന്നിലേക്ക് അടുക്കില്ല. നിങ്ങൾ ആലോചിച്ചു, എത്ര വലിയ സുരക്ഷ നമ്മൾ കിടന്നുറങ്ങാം. ഒരു ബോഡി ഗാർഡും വേണ്ട, സുഖമായി അള്ളാഹു ഒരു മലക്കനെ തന്നെ നിർത്തിയേക്ക. എന്തിനാ? നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി. എന്തുകൊണ്ടാണ്? ആയത്തുൽ കുർസി ഓതി കിടന്ന മനുഷ്യന് കിട്ടുന്ന സുരക്ഷയും ഒരു സംരക്ഷണവുമാണ് ഇത് പറഞ്ഞത്. നമ്മൾ വേറെ എത്ര അടച്ചുറപ്പുള്ള വീട്ടിൽ കിടന്നാലും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സുരക്ഷയും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് രക്ഷ ഉണ്ടാവാനാ? അപ്പൊ അത് നമ്മൾ ആയത്തുൽ കുർസി എല്ലാവർക്കും അറിയുന്നതാണല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. ആയത്തുൽ കുർസി ഓതിയിട്ട് വേണം നമ്മൾ. ഇതൊക്കെ വിരിപ്പിൽ കിടക്കുന്നതിന് മുമ്പാണ്, ഇരുന്നിട്ട് ചെയ്യേണ്ട സംഗതി. പോതും എടുത്ത് വന്ന് വിരിപ്പിൽ ഇരുന്നു നമ്മൾ ആദ്യം ചെല്ലി, പിന്നെ ആയത്തുൽ കുർസി ഓതി. പിന്നെ ഓതേണ്ടത് ആമന റസൂല, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഭാഗം. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ആഖിറു ആയത്തൈൻ മിൻ സൂറത്തുൽ ബഖറ കഫത്താഹു. ഒരാൾ രാത്രിയിൽ ആമന റസൂല് സൂറത്തുൽ ബഖറ അവസാനത്തെ ആയത്ത് ഓതിയിട്ട് കിടന്നാൽ കഫത്താഹു, അവൻ അന്ന് അത് മദീന, അന്ന് അത് മതി. എന്തിനാ? ഒന്ന് അവന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അത് മദീന. പിന്നെ പണ്ഡിതന്മാർ ഒന്നുകൂടി അഭിപ്രായം പറയുന്നുണ്ട്, ഒരു പക്ഷേ ആ രാത്രിയിൽ അവൻ മരിച്ചു എന്ന് വിചാരിക്കാം, അവന്റെ സ്വർഗപ്രവേശനത്തിന് അത് തന്നെ ധാരാളം മദീന. ആമന റസൂൽ ഓതിയിട്ട് ഒരാള് ആ രാത്രി അയാൾ മരിച്ചാൽ അയാൾക്ക് സ്വർഗപ്രവേശനത്തിന് ആ 2 ആയത്തുകൾ തന്നെ മതി. അത്രയും പ്രാധാന്യവും മഹത്വമുള്ള വചനങ്ങളാണ് അള്ളാഹുവിന്റെ ആ വചനങ്ങൾ. അപ്പൊ നമ്മൾ അത് ഓതാൻ എന്ത് ചെയ്യാം? നമ്മൾ ശ്രമിക്കണം, പരമാവധി ശ്രമിക്കണം എന്നുള്ളതാണ്. അങ്ങനെ അതെല്ലാം ഓതിയിട്ട് പിന്നെയും നമുക്ക് എന്ത് ചെയ്യാം? മുഅവ്വദത്തൈനി, ഖുൽ അല്ലാഹു അഹദ്, റബ്ബിൽ ഫലഖ്, നാസ് 3 സൂറത്തും ഓതുക. 3 പ്രാവശ്യം കയ്യിൽ എന്ത് ചെയ്യാം? ഊതുക. തല മുതൽ കാല് വരെ ഈ ശരീരത്തിന്റെ എത്തുന്ന ഭാഗത്ത് മുഴുവൻ 3 പ്രാവശ്യം തടവുക. ഇങ്ങനെയൊക്കെ എല്ലാം നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓതിയിട്ട് എല്ലാം നമ്മൾ ഇനി കിടക്കാൻ പോവാം. കിടക്കാൻ പോകുമ്പോൾ എങ്ങനെ കിടക്കണം എന്ന് പറയണം. ഐമൻ, നിന്റെ വലതു ഭാഗത്തെ മുന്തിച്ച് കിടക്കണം. വലതു ഭാഗമാണ് മുന്തിക്കേണ്ടത്. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഏത് ഭാഗം തിരിഞ്ഞു എന്നതിന് പ്രസക്തിയൊന്നുമില്ല. എന്നിട്ട് നബി എങ്ങനെയായിരുന്നു? നബി വലത് കൈ എടുക്കും, വലത് കവടിന്റെ അടിയിൽ വയ്ക്കും കിടക്കുന്നതിന് മുമ്പ്. ഇങ്ങനെ വെച്ചിട്ടാണ് വലത് ഭാഗത്തേക്ക് കിടക്കാൻ. ആ കിടക്കുമ്പോഴാണ് ബിസ്മിക അമൂത്തു വാഹിയാന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കിടക്കാൻ. നോക്കി എത്ര. അപ്പോ നബിയുടെ തലയുടെ ആ ചകിരിയുടെ തലയുടെ മുകളിൽ ആ വലത് കൈ പത്തിയിൽ തല വച്ചിട്ട് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കാൻ. നോക്കി, ഇത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം അത്ര കൃത്യമായി നമുക്ക് രേഖപ്പെട്ട് ഒപ്പിയെടുത്ത് തന്നിരിക്കുകയാണ്. അങ്ങനെയായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നിരുന്നത്. അങ്ങനെ എന്ത് ചെയ്യണം? വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കണം. ഇനി കിടന്നു കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കേണ്ട സംഗതിയുണ്ട്. നമുക്ക് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു അല്പം ദൈർഘ്യമുള്ളൊരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക. ആ പ്രാർത്ഥനയുടെ ആശയം ഒന്ന് അറിഞ്ഞിട്ടുണ്ടല്ലോ, ഏതാളും അറിയാതെ പ്രാർത്ഥിച്ചു. ഒരു അല്പം ദൈർഘ്യമുള്ളത് കൊണ്ട് ഞാൻ അത് മൊത്തം പറയുന്നില്ല, പക്ഷെ അത് പഠിക്കാൻ ശ്രമിക്കാം. ഇല്ലെങ്കിൽ അത് ഉള്ളത് എവിടെന്നെങ്കിലൊക്കെ നമ്മുടെ മൊബൈലിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു വയ്ക്കുക.
എന്റെ നബി ആ പ്രാർത്ഥനയെ കുറിച്ച് എന്താ പറഞ്ഞത്? നിന്റെ നാവിൽ നിന്ന് വരുന്ന അവസാനത്തെ സംസാരം ഇതായിരിക്കണം, പിന്നെ മിണ്ടാൻ പാടില്ല, പിന്നെ സംസാരിക്കരുത്. അപ്പൊ നമ്മൾ ഭാര്യയുടെ കൂടെ കിടക്കാം, അപ്പൊ നമുക്ക് ഇതിനു മുമ്പ് സംസാരിക്കാം, ഏത് വർത്തമാന സംസാരമൊക്കെ കഴിയാം. ഇത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ പ്രൊട്ടക്ഷനും നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇതോടുകൂടി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതായിരിക്കണം അവസാനം നമ്മൾ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു അർജന്റ് ഫോൺ, നമ്മൾ ഇതൊക്കെ ചെല്ലി കിടന്നതാ, ഒരു അർജന്റ് ഫോൺ വന്നു വിചാരിക്കാം, എടുക്കണ്ട, എടുത്തു. അപ്പൊ എടുത്തപ്പോ എന്തായി, സംസാരമായി. അപ്പൊ പണ്ഡിതന്മാര് പറയണം, ബാക്കി ഒന്നും നിങ്ങൾ ചെയ്യണ്ട, എന്ത് ഈ അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വജ്ഹതു, ആ പ്രാർത്ഥന ഒന്നുകൂടി ചെല്ലണമെന്നാണ്. കാരണം അതായിരിക്കണം നമ്മുടെ നാവിൽ നിന്ന് അവസാനം വരേണ്ടത് എന്നാ. അതുകൂടി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ സർവ്വ ആ സംവിധാനത്തിന്റെ ഉള്ളിൽ, അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷന്റെ ഉള്ളിലായി നബി പറയാണ്, ഇങ്ങനെ നീ കിടന്ന് മരിച്ചാല് നീ ശുദ്ധ പ്രകൃതിയിൽ സ്വർഗപ്രവേശത്തിന് യോഗ്യനായ രൂപത്തിലായിരിക്കും മരിക്കുക. നമുക്ക് അങ്ങനെ കിടന്നു മരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതാണ് നല്ല മരണം എന്ന് പറഞ്ഞാൽ ഒരുങ്ങി കിടന്നു മരിക്കും എന്ന് പറഞ്ഞതാണ്. അല്ലാതെ ഇപ്പൊ എന്ത് ഗ്യാരണ്ടി? നമ്മൾ രാവിലെ എഴുന്നേൽക്കും, അലാറം സെറ്റ് ചെയ്തിട്ട് കിടക്കും, രാവിലെ എഴുന്നേൽക്കുന്നത് എന്ത് ഗ്യാരണ്ടി? ഒരു ഗ്യാരണ്ടി ഇല്ല. പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കിടക്കുന്നത്, അല്ലല്ലോ. നമ്മൾ എന്താണ് അവസാനം വായിക്കുന്നതും അവസാനം എന്താണ് കേൾക്കുന്നതും എന്താണ് കാണുന്നത്, നമ്മൾ എന്തായിട്ടാണ് നമ്മുടെ മനസ്സുമായിട്ട് പോണതെന്ന് ചിന്തിച്ചാൽ എത്ര ഗുരുതരായിരിക്കുന്നതോ. ഇതൊക്കെ ശരിക്കും നമ്മളെന്തെങ്കിലും ചെയ്യാൻ, നമുക്ക് വേണ്ടി പ്രവാചകൻ പഠിപ്പിക്കുക. ഇത് ചെയ്യാൻ ഈ വേറെ ഏതെങ്കിലും ജനത അവിടെ ഉണ്ടോ? ഇല്ലല്ലോ. ഇത് ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണം അവരുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത് എന്ന് കൃത്യമായ ഒരു ഇസ്ലാമിക ചാർട്ടാണത്. അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. അപ്പൊ അങ്ങനെ എല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് ഈ പറഞ്ഞ രൂപത്തിലെല്ലാം കിടന്നു ഉറങ്ങി. മനുഷ്യനാണല്ലോ, ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ രാത്രിയിൽ എന്തെങ്കിലും കണ്ട് സ്വപ്നങ്ങൾ കണ്ട് ചിലപ്പോൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും, നമുക്ക് പെട്ടെന്ന് ഞെട്ടി എഴുതിയിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രയാസപ്പെടേണ്ട. അപ്പൊ ഇതാറാതുമായിക്രം, അങ്ങനെ നിങ്ങൾക്ക് അനിഷ്ടകരമായ എന്തെങ്കിലും കാര്യം സ്വപ്നത്തിൽ കണ്ടാൽ ഇടതു ഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പൽ തെറിക്കാത്ത രൂപത്തിൽ തുപ്പണം. തുപ്പൽ തെറിക്കാൻ ഇല്ലാത്ത രൂപത്തിൽ ആ കർമ്മമാണ് ചെയ്യണം. 3 പ്രാവശ്യം തുപ്പുക. എന്നിട്ട് ഫലതഅവദു ബില്ലാഹി മിൻ ശർരി മാ, പിന്നെ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. എന്താണ് കണ്ട നമ്മളെ ഭയപ്പെടുത്തുന്ന ദുഃഖിപ്പിക്കുന്ന കണ്ട കാഴ്ചയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. പഠിച്ചവനെ അത്ര അപകടങ്ങളിൽ നിന്നൊക്കെ എന്നെ കാത്തുകൊള്ളെന്ന് പ്രാർത്ഥിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറയുക. പിന്നെ നമ്മൾ ആ സമയത്ത് ഉണർന്നപ്പോൾ ഏത് ഭാഗത്താണോ ഉണർന്നെന്ന് വെച്ചാൽ ആ ഭാഗം മാറിക്കിടക്കാൻ. അപ്പൊ നമ്മൾ എഴുന്നേറ്റത് വലതു ഭാഗത്ത് തന്നെയാണ് വിചാരിച്ചാൽ, പക്ഷെ ആ കൽപ്പന മാറ്റാൻ നമ്മൾ ഇടതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കാം, ഒന്ന് മാറിക്കിടക്കാം എന്നാണ്. വലിയ പണ്ഡിതന്മാർ പറയുന്നത് അവിടെ നിന്ന് ഒന്നുകൂടി മാറിയിട്ട് ഇപ്പുറത്തേക്ക് മാറിയിട്ട് വീണ്ടും ഒന്നുകൂടി കിടന്നാൽ തന്നെ മതിയെന്നാണ്. അപ്പൊ എന്തായി, അതുകൂടി നമുക്ക് ആ ഒരു ചെറിയ കൂടി ആയി കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള സുരക്ഷയുമായി എന്നാണ് പറഞ്ഞതർത്ഥം. നോക്കും, ഇതൊക്കെ കൃത്യമായി ഹദീസുകൾ വന്ന സംഗതികളാണ്. ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ കൃത്യമായി പാലിക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യേണ്ട സംഗതിയാണ്. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം. പിന്നെ നബി സല്ലല്ലാഹു കിടക്കുമ്പോൾ നബി കിടക്കരുത് പറഞ്ഞ ഒരു രൂപമുണ്ട്. ഒരിക്കൽ ഒരാള് പള്ളിയിൽ കമഴ്ന്ന് കിടക്കുക. അപ്പൊ നബി ഇങ്ങനെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ കാലിന്റെ ആ തള്ളവിരല് കൊണ്ട് അയാളുടെ ഇങ്ങനെ ശരീരത്തിൽ തട്ടി, കാലും കൊണ്ട് അയാൾ കിടക്കാൻ നബി നിൽക്കുകയാണല്ലോ. അപ്പൊ അയാൾ 2-3 പ്രാവശ്യം തല ഉയർത്തി നോക്കിയപ്പോ നബി ആ ചാടി എഴുന്നേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കിടത്തം കിടക്കരുത്, ഇത് അള്ളാഹുവിന്റെ ശത്രുക്കൾ കിടക്കുന്ന കിടത്താണ്, ഇങ്ങനെ കിടക്കുന്നത്. അയാൾ കമന്ന കിടന്നത്. അപ്പൊ കമന്ന് കിടക്കാൻ പാടില്ല, പ്രത്യേകിച്ച് പള്ളിയിൽ ഒട്ടും പാടില്ല. പുരുഷന്മാർ ആരും സ്ത്രീകളൊന്നും പള്ളിയിൽ കമന്ന് കിടക്കാൻ പാടില്ല. പള്ളിയിൽ അല്ലാത്ത സ്ഥലത്ത് ഈ കമന്ന് കിടക്കല് അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായവരുടെ കിടത്തമാണെന്ന് പഠിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് അല്ലാത്ത സ്ഥലങ്ങളിലും കമന്ന് കിടക്കാൻ പാടില്ല എന്നാണ്. എന്നിട്ട് ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഒരു പണ്ഡിതൻ പറയാണ്, നരകത്തിൽ ആളുകൾ കിടക്കുക കമന്നായിരിക്കുക. നരകത്തിൽ ആളുകൾ കിടക്കുക കമന്നായിരിക്കും. അതുകൊണ്ടാണ് ഇത് നരകത്തിലെ കിടത്തമാണ് എന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പൊ ആ കിടത്തം നമ്മൾ കിടക്കരുത്. ഇപ്പൊ ഇനി ഒരു ആരോഗ്യപര പ്രയാസമുള്ള ആൾക്ക് അങ്ങനെ കിടക്കാൻ നിർദ്ദേശിക്കപ്പെട്ട ഒരാളെ അയാൾക്ക് ഇളവുണ്ടെന്നല്ലാതെ സാധാരണ നോർമൽ നിലയിൽ അങ്ങനെ കിടക്കാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ കുറെ നമ്മൾ കഴിയുന്നത് പോലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പറഞ്ഞ രൂപ ദൈവികമായ ഒരു സംരക്ഷണവും സുരക്ഷയ്ക്ക് നമുക്ക് കിട്ടും. പരമാവധി പരിശ്രമിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരുത്സാഹപ്പെടുത്തിയ ഒരു സംഗതിയുണ്ട്. മൻ ബാത അലാ ലഹ്രി ബൈത്തി ലൈസ അലൈഹി ഹിജാബൻ ഫഖദ് ബരിഅത് മിനൽ ദിമ്മ. അതായത് ഒരാള് വീടിന്റെ മുകളിൽ ടെറസില് കൈവരികളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കിടന്നു അയാള് അള്ളാഹുവിന്റെ സുരക്ഷിതത്തിൽ നിന്ന് പുറത്തായിരിക്കും എന്നാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവില്ല. ഇപ്പൊ നമ്മള് ഈ ടെറസിന്റെ മുകളിലൊക്കെ ആളുകൾ ഇപ്പൊ ചൂടുകാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കുറവായിരിക്കും, പുറമേക്ക് കിടക്കും. പക്ഷെ കൈവരികൾ എന്ന് പറഞ്ഞാൽ ഒരു അപകടം പറ്റാൻ സാധ്യത ഉള്ള സ്ഥലത്ത് കിടന്നുറങ്ങിയാല് പിന്നെ ഞാൻ തവക്കൽത്തു അലല്ലാഹ് പറഞ്ഞ് കിടന്നുറങ്ങിയെന്ന് വിചാരിച്ച് ആ സംരക്ഷണം കിട്ടൂലെന്ന് പറഞ്ഞിടത്തും. അപ്പൊ അപകടം സംഭവിക്കാൻ അവിടെ കിടന്നാൽ അപകടം സംഭവിക്കാൻ സാധ്യത ഉള്ള സ്ഥലങ്ങളിൽ ഉറങ്ങാൻ പാടില്ല. അതാ പറഞ്ഞതിന്റെ ഉദ്ദേശം. അങ്ങനെ ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ കിടന്നത്. അപ്പൊ അള്ളാഹ് സംരക്ഷിച്ചു. അത് അള്ളാഹുവിന്റെ സംരക്ഷണം ഇല്ല എന്നാ പറയുന്നത്. അപ്പോൾ അപകടരഹിതമായ സ്ഥലത്ത്, ഉറങ്ങാൻ പറ്റിയ സ്ഥലത്ത്, അങ്ങനെ സുരക്ഷയ്ക്കുള്ള സ്ഥലത്തെ കിടന്നു ഉറങ്ങാൻ പാടുള്ളൂ എന്നാണ്. അത് ഈ അപകടങ്ങൾ എപ്പോൾ സംഭവിക്കാവുന്ന സ്ഥലത്തൊന്നും കിടന്നുറങ്ങാൻ പാടില്ല. അത് വിരോധിക്കപ്പെട്ട സംഗതിയാണ്. അള്ളാഹുവിന്റെ ഒരു സംരക്ഷണം ആ വിഷയത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി കഴിഞ്ഞാൽ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷയത്തിൽ ഇടപെടുകയുള്ളൂ എന്നാ പറയുന്നത് അർത്ഥം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ ക്രമപ്പെടുത്തി ഇസ്ലാം പഠിപ്പിക്കപ്പെട്ടതുപോലെ ഒരു ശരിയായ ഒരു മുസ്ലിമിന്റെ ജീവിതം ക്രമപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത്, രോഗികളുണ്ട്, ആശുപത്രികളും വീടുകളും കഴിഞ്ഞു കൂടുന്ന രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അള്ളാഹു അവർക്കൊക്കെ ആശ്വാസവും രക്ഷയും മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന് മുസ്ലിം സമൂഹത്തിന് അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أحينا بالكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم